എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. ഐ വിറ്റ്നസ് ചാനൽ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്കോടുള്ള പ്രത്യേക നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി വിവിധ ദൈവദാസന്മാരുടെ ജീവിത യാത്രകളിൽ കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ചതിനെ കുറിച്ച് ഇൻ്റർവ്യൂ ചെയ്യുകയും അത് പൊതുജന മധ്യത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലായിരുന്നു നമ്മൾ. ഇന്ന് കേരളത്തിലല്ല, അങ്ങ് വളരെ ദൂരെയുള്ള പ്രിയ രാജസ്ഥാനിൽ പ്രതാപ്ഗഡ് എന്ന സ്ഥലത്ത് ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്തു വരുന്ന ഒരു ദേവദാസനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് മാർട്ടിൻ. നമ്മുടെ ചാനൽ ഐ വിറ്റ്നസ് സ്റ്റുഡിയോ എന്നതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആയിരക്കണക്കിന് ദൈവദാസന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ബൃഹത്തരമായ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ചില സംവത്സരങ്ങളായി കർത്താവിൻ്റെ വേലയിൽ ശൂന്യതയുടെ നടുവിൽ നിന്ന് ഉയർത്തിയ ഒരു ദൈവദാസൻ പക്ഷേ ജോസഫ് പ്രതാപ്ഗഡ് രാജസ്ഥാനിൽ. അദ്ദേഹമായിട്ട് ചില വാക്കുകൾ ചോദിച്ചറിയാനും ഒരുപക്ഷെ അത് നിങ്ങളുടെയൊക്കെ സ്പിരിച്വൽ ലൈഫിൽ ആത്മീയ ജീവിതത്തിൽ ഉത്തേജകമാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇന്ന് പകലിൽ ഞങ്ങളായിരിക്കുന്നത്. ദയവായി നിങ്ങളെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിക്കും. നമുക്ക് ഈ ലോക ജീവിതം നശ്വരമാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണ് നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ സ്തേഫാനോസിനെ പോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ ശുശ്രൂഷ ചെയ്ത് കർത്താവിന് പ്രയോജനമായി തീർന്ന് നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി കർത്താവിന് പ്രസാദകരമായ രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് വളരെ വിലയേറിയ സംഭവമാണ്. അങ്ങനെ രാജസ്ഥാൻ മരുഭൂമിയിൽ വന്ന് അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയുന്ന പോലെ കർത്താവിന്റെ മഹത്വം ജീവിതത്തിൽ അനുഭവിച്ച ദൈവദാസനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രിയ പാസ്റ്റർ ജോസഫ്. പാസ്റ്ററെ കാണാൻ സാധിച്ച വളരെ നന്ദിയുണ്ട്. വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചു ഒരു അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കണമെന്ന്. വാസ്തവത്തിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ വളരെ ചെറുപ്പകാലത്ത് തന്നെ ഒന്നുമില്ലായ്മയുടെ നടുവിൽ ഒരു പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ താങ്കൾ ഈ രാജസ്ഥാനിലേക്ക് വന്ന് തുടങ്ങിയൊരു സഭാ പ്രവർത്തനം അല്ലെങ്കിൽ ശുശ്രൂഷയാണ്. അതിനെക്കുറിച്ചൊന്ന് എങ്ങനെയാണ് തുടക്കം, എങ്ങനെയായിരുന്നു, എന്താണ് ഇവിടെ വരാനുള്ള പ്രചോദനം? ഞാൻ നാട്ടിൽ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ദേവദാസനിലൂടെ ഒരു ദൈവാലോചന കേൾക്കുകയും അതനുസരിച്ച് നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും 1989 മാവേലിക്കര ബേർഷേബ ബൈബിൾ കോളേജിൽ നിന്ന് ഒരു ദേവദാസനോടുകൂടെ പഞ്ചാബിൽ വരികയും ചില മാസങ്ങൾ അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ആ സമയങ്ങളിൽ കർത്താവിൻ്റെ വേലയ്ക്കായി രാജസ്ഥാനിലേക്ക് പോകണമെന്നുള്ള ദർശനം പ്രാപിക്കുകയും അതനുസരിച്ച് 89 ഓഗസ്റ്റ് മാസം ഉദയപൂരിൽ വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അവിടെ ചില ദിവസങ്ങൾ താമസിക്കുകയും അതിനുശേഷം ഏകദേശം 3.5 വർഷം ഉദയപൂരിൽ താമസിച്ച ഒരു ചർച്ചിൻ്റെ ശുശ്രൂഷ വഹിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പ്ലാൻ അതിലൊക്കെ അപ്പുറമായിരുന്നു. 1992 ഉദയപൂർ വിട്ട് പ്രതാപ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു പ്രവർത്തനവുമില്ലാതെ സ്ഥലം, വളരെ എതിർപ്പുകളുള്ള സ്ഥലമാണ്. ഇവിടെ ആരും ഒരു ദേവദാസം വന്ന് താമസിക്കുവാനോ സുവിശേഷ വേല ചെയ്യാനോ പറ്റാത്ത സാഹചര്യമായിരുന്നു. വന്നവരെല്ലാം അടികൊണ്ട് ഉപദ്രവിക്കപ്പെട്ട് ഇവിടുന്ന് പേടിച്ച് കടന്നുപോയി. എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വരുന്നത്. വന്ന് താമസിച്ചു. ഒരു വിശ്വാസികൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഏകദേശം 3.5 വർഷം ഞങ്ങൾ കുടുംബമായി മാത്രം ആരാധിച്ചു. എന്നാൽ ദൈവം അതിൻ്റെ വലിയ പ്ലാൻ അതിൻ്റെ മധ്യത്തിലുണ്ടായി. ഞങ്ങൾ ചിന്തിച്ചു വിട്ട് പോകണമെന്നുള്ള പല സമ്മർദ്ദങ്ങളുണ്ടായി.
അന്ന് ഞങ്ങൾ ചർച്ച് ഓഫ് ഗോഡിലായിരുന്നു. ഞാൻ ചണ്ഡീഗഡിൽ ആണ് ആദ്യം നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ വന്ന് ചില മാസങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഭാഷ അനിവാര്യമാണ്, അത് പഠിച്ചെങ്കിലേ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്ഥാനീയ ജനങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചർച്ച് ഓഫ് ഗോഡിലോട് ചേർന്നാണ് ഞാൻ അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചത്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിലാണ് ഉദയപൂരിൽ സഭാ ശുശ്രൂഷയ്ക്കായി വരികയും ചില വർഷങ്ങൾ അവിടെ താമസിക്കുകയും ചെയ്തത്. ഈ വന്ന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും എതിർപ്പുകൾ അങ്ങനെ ഈ പ്രത്യക്ഷമായോ പരോക്ഷമായോ? ആ സമയങ്ങളിൽ ഉദയപൂരിലും മറ്റ് ഏരിയകളിലൊന്നും വലിയ എതിർപ്പുകളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രതാപഗഡിൽ വന്നതിന് ശേഷം ഒത്തിരി ത്രട്ടണുകളും പ്രതികൂലങ്ങളും സഹിക്കേണ്ടി വന്നു. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് സഭയോ ഒന്നും ഇല്ല ഇവിടെ. തന്നെയല്ല, വേറെ വിശ്വാസങ്ങളൊന്നുമില്ല. ഒരു വിശ്വാസികളും ഇല്ലായിരുന്നു. ജാതികളുടെ ഇടയിൽ വന്നു. അതെ, ഇപ്പം ഞാൻ എൻ്റെ ഒരു സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ആ സൈക്കിള് അതൊരു പഴയ സൈക്കിൾ ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സൈക്കിളിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോവുകയും ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പം കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ട് കടന്നു പോകുമായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങൾ 10, 15, 20 കിലോമീറ്റർ ദൂരെ സൈക്കിളിൽ പോയി ട്യൂഷൻ പഠിപ്പിക്കുന്നത് 100 രൂപ പോലും കിട്ടത്തില്ല. എന്നാൽ അവിടെ പോയി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു. അതൊരു സുവിശേഷ മാർഗമായിട്ട് ആ സമയത്ത് എടുത്തു. അത് മുഖാന്തരം ചില വ്യക്തികളെ കാണാൻ കഴിഞ്ഞു. ഒരു കുടുംബം ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെ, അവർ ഒരു മലയാളി ഫാമിലിയായിരുന്നു, ഒരു നേഴ്സായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കണ്ട് പരിചയപ്പെട്ട് അവർ പണ്ട് വിശ്വാസി വരികയൊക്കെ ചെയ്തവരാണ്. എവിടെയെങ്കിലുമൊക്കെ ആരാധനയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും പോകുന്നവരായിരുന്നു. അവർ പിന്നെ നമ്മളോട് കൂടെ സഹകരിച്ചു. അങ്ങനെ അവർ ബേബി ഓക്കെ എന്ന് പറയും. അദ്ദേഹം ഇന്ന് മരിച്ചുപോയി, ഇന്നില്ല ഭൂമിയിൽ. പക്ഷേ അതിനുശേഷം ഒരു 3-3.5 വർഷം ഞങ്ങൾ കുടുംബമായിട്ട് മാത്രം പ്രതാപത്തിൽ തന്നെ താമസിച്ചു. ആരും നമുക്ക് സപ്പോർട്ടായിട്ടൊന്നുമില്ലായിരുന്നു. പ്രസ്ഥാനം പോലും നമ്മളെ സഹായിക്കുന്നില്ലായിരുന്നു. വാസ്തവത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അന്നത്തെ ആ നിയോഗത്തോടെ ഒരു ദേശത്തേക്ക് വരിക എന്നുള്ളതും അവിടെ സ്ഥിരമായിട്ട് നിൽക്കുക എന്നുള്ളതും സുവിശേഷം എന്ത് ത്യാഗവും സഹിക്കാനുള്ള തയ്യാറും ഒരു ഭയങ്കരമായ ഒരു നിയോഗം തന്നെയാണ്. അത് എന്ത് പ്രതിസന്ധി വന്നാലും പതറിപ്പോകാത്ത ഒരു വിശ്വാസവും കർത്താവ് തന്നെ ഏൽപ്പിച്ചു എന്നൊരു ഒരു നിശ്ചയവും ഉള്ളത് ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. എൻ്റെ സ്നേഹിതരൊക്കെ എന്നോട് പറയാമായിരുന്നു, നീ എന്തിനാ അവിടെ വന്ന് കിടക്കുന്നത്, നിന്റെ ആത്മീയം നഷ്ടമായി പോകും, നിന്റെ ശുശ്രൂഷ നഷ്ടമായി പോകും. പിന്നെ പല ഓർഗനൈസേഷനിൽ നിന്നൊക്കെ ലീഡേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ നീ ഇവിടെ കിടക്കുന്നത്, പ്രതാപോട്ട് രക്ഷപ്പെടുന്ന സ്ഥലമല്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, ഞങ്ങളോട് ചേർന്നാൽ നല്ല സഭ തരാം. പക്ഷേ എന്നോട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കൊട്ടാരക്കരയിലുള്ള ഒരു ദൈവദാസനിലൂടെ ശക്തമായ ദൈവാലോചന ഉണ്ടായിരുന്നു. നീ പോയി താമസിക്കുന്ന സ്ഥലം ഏതാണെന്നും ആ ഗ്രാമത്തെക്കുറിച്ചും ഒക്കെ ഒരു ദർശനം കാണിച്ചു, അതായത് ഒരു പിക്ചർ പോലെ കാണിച്ചു. ഞാനതൊരു ഡയറിയിൽ ആ സമയത്ത് എഴുതി വെച്ചിരുന്നു. അപ്പം അതനുസരിച്ചാണ് ഞാനിവിടെ അങ്ങനെ വരുന്നത്. അപ്പം വന്ന് കഴിഞ്ഞ് ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആയിരുന്നു എന്നുള്ളത്. പഞ്ചാബിൽ പോയപ്പോൾ വലിയ നല്ല സ്ഥലമാണ്. ചണ്ഡീഗഡ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സിറ്റിയാണ്. പക്ഷേ കേരളം നല്ല അടിപൊളി സ്ഥലമാണ്. അതെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട് ഈ സ്ഥലവും ഗ്രാമങ്ങളും വീടുകളൊക്കെ കണ്ടപ്പോഴാണ് അന്ന് ദേവദാസനോട് സംസാരിച്ച ആ ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ വന്ന് പിന്മാറിപ്പോകാൻ, അതായത് ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഒത്തിരി സമ്മർദ്ദമുണ്ടായി. കൂട്ടുകാർ പറഞ്ഞു, നീ ഇവിടെ കിടന്ന് ആത്മീയവും ഇല്ല ഭൗതികവും ഇല്ല, നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, ദൈവമാണ് ഇവിടെ വിട്ടത്, ദർശനം തന്നത്, അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും പ്ലാൻ കാണും. അങ്ങനെ ഇവിടെ പിടിച്ചു നിന്നു. പിന്നെ ഒരു 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വയോധികനായ മനുഷ്യൻ എന്നെ തേടിപ്പിടിച്ച്, നല്ല ഹിന്ദിക്കാരൻ, ഒരു ഗ്രാമത്തിലുള്ള ആദിവാസിയാണ്, എന്നെ തേടിപ്പിടിച്ച് കണ്ടുവന്നു. ചർച്ച് വന്നു. ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും വന്ന് പുറകിലിരുന്നപ്പോൾ എനിക്ക് ഭാഷയൊന്നും ശരിക്കും അറിയത്തില്ല. പക്ഷേ അവർ വന്നതിനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന്. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളെക്കുറിച്ച് അറിയത്തില്ല, എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ 10 വർഷം കൊണ്ട് റേഡിയോയിൽ കൂടെ സുവിശേഷം കേൾക്കുന്നുണ്ട്, സ്നാനപ്പെടുത്താൻ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഭാഷയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഞാൻ പറഞ്ഞു, ചില ആഴ്ചയൊക്കെ വാ. അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവർ കണ്ടിന്യൂ ഒരു 3-4 ആഴ്ച വന്നു. ഓരോ ആഴ്ചയിലും അവരുടെ മക്കളെയും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരു മാസത്തിനുള്ളിൽ ആ കുടുംബത്തിൻ്റെ 7 പേര് സ്നാനപ്പെട്ടു. ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു.
വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ സ്നാനത്തൊട്ട് വെള്ളമൊന്നുമല്ല, വെള്ളം നിറയ്ക്കുന്ന. അതിനകത്ത് ഞങ്ങൾ ഇറങ്ങി ഈ 7 പേരെ സ്നാനപ്പെടുത്തി. അതിനുശേഷം ആ ഒരു ഗ്രാമത്തിൽ നിന്ന് 3 മാസത്തിനുള്ളിൽ ഞങ്ങൾ 70 പേരെ സ്നാനപ്പെടുത്തി. അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു വഴിച്ചാലായിരുന്നു. അങ്ങനെ ഈ പ്രതാപയുടെ ചുറ്റളവിൽ കഴിഞ്ഞ 10-25 വർഷം കൊണ്ട് ഏകദേശം 2000-2500ഓളം ആളുകളെ സ്നാനപ്പെടുത്താൻ ദൈവമായ കർത്താവ്. ഇപ്പം ചുറ്റുപാടും ഉള്ള ഏരിയകളിലെല്ലാം പ്രവർത്തനങ്ങളുണ്ട്. ഇന്നും ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്തുള്ള പ്രവർത്തന ഏരിയകളിലൊക്കെ 100-200-300 പേര് കൂടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു വഴിച്ചാലായി. ആ സമയത്ത് പിന്നെ ചർച്ചക്കോട് ആയിട്ടുള്ള പ്രവർത്തനത്തിൽ അവർക്ക് വലിയ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറവായിരുന്നു. അങ്ങനെ ഞാൻ പ്രവർത്തനം മറ്റ് ജില്ലകളിലോട്ടുകൂടെ വ്യാപിപ്പാൻ കഴിഞ്ഞു. ഒരു സ്വതന്ത്ര ഗ്രൂപ്പുമായിട്ട് ഞാൻ ചേർന്നു. അതോടുകൂടെ അവർ എന്നെ ഒരു ഏരിയ കോർഡിനേറ്റർ, അതായത് ഒരു റീജൻ്റെ ഉത്തരവാദിത്വം തന്നു. ഞാൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത്, അങ്ങനെ 4 സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എനിക്ക്. അപ്പം പ്രവർത്തനത്തിനുള്ളൊരു വലിയൊരു വാതിലായി. ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി ചെറുപ്പക്കാരെ കണ്ട്, സ്ഥാനീയ ജനങ്ങളെ കണ്ട് ട്രെയിനിങ് സെൻറ്റർ തുടങ്ങി. ആദ്യം ഉദയപൂരിൽ തുടങ്ങി. അതിനുശേഷം എല്ലാ സ്റ്റേറ്റുകളിലും ഈ 2 ബൈബിൾ സ്കൂൾ വെച്ചായി. അങ്ങനെ 8-10 ബൈബിൾ സ്കൂൾ തുടങ്ങി 25 സ്റ്റുഡൻസിനെ വെച്ച് ഓരോ വർഷവും ട്രെയിൻ ചെയ്ത് നമ്മൾ ഗ്രാമങ്ങളിൽ വിടുക. അങ്ങനെ 20 വർഷം ആ പ്രസ്ഥാനത്തോടു കൂടെ നിന്നു. ആ ഒരു 1650 ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്ത് ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് വിട്ട് പ്രവർത്തനം വളരെ ശക്തമായി. അങ്ങനെ ഒരു വലിയ ഉണർവ് ഈ ദേശത്ത് കഴിഞ്ഞ 20 വർഷം കൊണ്ടുണ്ടാകാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാര്യം പറയട്ടെ, ഈ കേരളമായിട്ട് എനിക്ക് വളരെ വർഷങ്ങൾ പരിചയമുണ്ട്. മാത്രമല്ല, ഈ സ്ഥലത്ത് ഭയങ്കരമായ ജനക്കൂട്ടം ഒഴുകി വരുന്നൊരു സ്ഥലമാണ്. നമ്മൾ എത്ര തടഞ്ഞാലും അവർ നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞാൽ പോലും അവർ വരികയാണ്. വന്നിട്ട് അവർ കുപ്പിക്കകത്ത് എണ്ണയായിട്ടാണ് വരുന്നത്. ഭയങ്കര വിശ്വാസമുള്ള ആദിവാസി ആ തരത്തിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളൊക്കെ കടന്നു വന്നു. ഈ ഒരു എതിർപ്പ്, സുവിശേഷത്തിന് വിരോധം ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ എത്ര ഒതുക്കിയാലും എത്ര സ്റ്റോപ്പ് ചെയ്താലും വളരെയധികം ജനക്കൂട്ടം കടന്നു വരുന്ന ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട്. അതിപ്പോ കഴിഞ്ഞ ദിവസം ഭയങ്കര രോഗസൗഖ്യം, ഭയങ്കര വിടുതലുകൾ. ഇത് വെറുതെ ഈ കാര്യങ്ങൾ പൊലിപ്പിച്ചു പറയാനായിട്ട് പറയുന്നതല്ല, വാസ്തവത്തിൽ സംഭവിക്കുന്ന കാര്യം. വടക്കേണ്ടിയിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനക്കൂട്ടം ഇളകി വന്ന ഒരു ചെറുതാണെങ്കിലും വലുത ഹോളിനും നിറച്ചും തിങ്ങിയിരുന്ന് പ്രാർത്ഥിച്ച് ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടിട്ടുണ്ടാകുന്ന. ഞങ്ങളുടെ ചർച്ചയിൽ ആ സമയങ്ങളിൽ 10, 250, 300, 400 പേര് ഞായറാഴ്ചകളിൽ വരുമായിരുന്നു. ഇരിക്കാൻ സ്ഥലം, ചെറിയൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ചില പരീക്ഷ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അവർ കത്തുകളൊക്കെ ചർച്ച കൊണ്ടിട്ടു. നിങ്ങളിനിയും ആദിവാസികളെ വിളിച്ചാൽ ഉപദ്രവിക്കും, അടിക്കും, ഓടിക്കും എന്നൊക്കെ ഉള്ളു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷേ നമ്മളിവിടെ പിടിച്ചു നിന്നു. ഒത്തിരി ദേവദാസന്മാരെ ഇട്ടിട്ട് പോയി. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊറോണ സമയങ്ങളിൽ പോയവരുണ്ട്. പിന്നെ പ്രതികൂലം വരുമ്പം പലരും പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോകുന്നവരുണ്ട്. പക്ഷേ ദൈവം ഇതുവരെ പിടിച്ചു നിർത്തി. ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമുണ്ട്. ദൈവം വർഷങ്ങൾക്ക് മുൻപ് ദൈവാലോചന ദൈവദാസന്മാരിലൂടെ തന്നതുകൊണ്ട് അതിൽ പിടിച്ചു നിൽക്കുകയാണ്. പിന്നെ ഒത്തിരി ഭൗതിക ഞെരുക്കങ്ങളൊക്കെ തുടക്ക സമയങ്ങളിൽ ശക്തമായിട്ടുണ്ടായി. ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരും സഹായിക്കാനില്ല. ഇവിടെയെങ്ങും ആരും വരാറില്ല. നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ ആരും വരത്തില്ല. കാരണം അതിന് ഇവിടെ വരാൻ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയ ഗ്രാമം ആണ് ഇത്. രാജസ്ഥാൻ്റെ ഒരു റിമോട്ട് ഏരിയ എന്ന് പറയും, ആദിവാസി ക്ഷേത്രമാണിത്. എന്നാൽ ഇവിടെ ദൈവം ശക്തമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്യാൻ ദൈവം ഇടയാക്കി. അനേക സഭകൾ സ്ഥാപിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് സംഭവിച്ചു. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്കൂള് തുടങ്ങാനൊരു സാഹചര്യം, ഒരു സാധാരണ ഒരു വ്യക്തിയുടെ സഹായത്തോടെ ചെറിയ തുകയ്ക്ക് അങ്ങനെ സംവിധാനം തുടങ്ങാൻ സാധിക്കും. അത് ആക്ച്വലി ഒരു സഹോദരന് നാട്ടിൽ നിന്ന് പെട്ടെന്ന്, നാട്ടിലല്ല പുള്ളി ദുർഗിൽ നിന്ന് ഇവിടെ മൺസൂർ ജോലിക്കായിട്ട് വന്നു. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരം. ആ സമയത്ത് അവിടെ ആരാധന ഒന്നുമില്ല. ഞാൻ അവിടെ പോയി
ഇവിടെ നിന്ന് 25 കിലോമീറ്റർ എല്ലാ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പോയി ഒരു ആരാധന നടത്തുമായിരുന്നു. ദുർക്കുന്ന സ്ഥലം അല്ല, മൺസൂർ, മധ്യപ്രദേശിൻ്റെയും രാജസ്ഥാൻ്റെ ബോർഡറാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ പോയി മീറ്റിംഗ് നടത്തുമായിരുന്നു. മധ്യപ്രദേശിലെ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഒരു ആരാധനയുണ്ട്, പ്രതാപ്ഗഡ് രാവിലെ. അങ്ങനെ അവിടെ ഒരു ഫാമിലി ഉള്ളായിരുന്നു. അപ്പോൾ ഒരു കുടുംബം അവിടെ വന്നു, അവരോട് ജോലിക്ക് വന്ന. അതിനുശേഷം ചില മാസങ്ങൾക്കകം അവർ പ്രതാപ്ഗഡിൽ വന്നൊരു സ്കൂളിൽ ടീച്ചറായി ജോയിൻ ചെയ്തു. പക്ഷേ അവർക്കൊരു ദർശനം ഉണ്ടായി, ഞങ്ങളൊരു സ്കൂൾ ആരംഭിക്കാം. അവർ സ്കൂൾ വിട്ട് സ്വന്തമായിട്ടൊരു സ്കൂൾ ആരംഭിച്ചു. പക്ഷേ സ്കൂൾ ആരംഭിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് അവർക്ക് സിംഗപ്പൂരിൽ പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ അവർ കുടുംബമായിട്ട് അങ്ങ് പോവുക. ഒരു ദിവസം രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, പക്ഷേ ഞങ്ങൾ പോവുക, ഈ സ്കൂൾ ഇപ്പോൾ തുടങ്ങി, അഫിലിയേഷനൊക്കെ എടുത്ത് എന്താ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇത് ഏറ്റെടുത്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് ദർശനവുമില്ല സ്കൂൾ നടത്താൻ, എനിക്ക് മിനിസ്ട്രിയാണ്, ദർശനമൊന്നുമില്ല, പൈസയും. അതൊന്നും സാരില്ല, പാസ്റ്റർ ഇത് നടത്തണം. ഞാൻ ഭാര്യയോട് പോലും ചോദിക്കാതെ യേസ് പറഞ്ഞിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ ഈ വർഷത്തെ അഡ്മിഷൻ, അത് ഏകദേശം ജൂൺ മാസത്തിലാണ് ഇത് പറയുന്നത്, ജൂലൈയിലെ അഡ്മിഷൻ ഞാൻ എടുക്കും. കിട്ടുന്ന പൈസ, അതായത് 40,000 രൂപ എനിക്ക് തരണം. ചില ഫർണിച്ചറുണ്ട്, അഫിലിയേഷൻ്റെയൊക്കെ പൈസ, രജിസ്ട്രേഷനൊക്കെ എടുത്തതിൻ്റെ എല്ലാം എൻ്റെ ഇത് ഏൽപ്പിച്ചിട്ട് 40,000 രൂപ എൻ്റെ കയ്യിലില്ല കൊടുക്കുക. ഞാനൊരു ആൻറ്റിയോട്ട് 20,000 രൂപ കടം മേടിച്ച് കൊടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഈ അഡ്മിഷൻ എടുത്ത് പൈസയും കൊണ്ട് അവർ അങ്ങ് സിംഗപ്പൂരിൽ. പിന്നെ ഞങ്ങളിത് കഷ്ടപ്പെട്ട് 35 പിള്ളേരെ ഉണ്ടായിരുന്നു. ഓരോ വർഷവും ഞാൻ നടത്തി. അത് ഓരോ വർഷവും ഇമ്പ്രൂവ് ആയി വളർന്ന് വരാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അങ്ങനെ അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡിന്റെ ഈ രാജസ്ഥാന്റെ കൗൺസിൽ മെമ്പറായും ഈ ഏരിയയുടെ സെൻട്രൽ പാസ്റ്ററായും പ്രവർത്തിക്കുകയാണ്. ശക്തമായ നിലയിലൂടെ ചർച്ചകളുണ്ട് ഗ്രാമങ്ങളിൽ. ഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ ഈ ആദിവാസികൾ തിങ്ങി പാർക്കുന്ന ഗ്രാമങ്ങൾ പോലും സഭകളുണ്ട്. അങ്ങനെ വലിയ കാര്യങ്ങൾ കർത്താവ് ദേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഈ സാക്ഷ്യം ആളുകളെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം വളരെ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തം എപ്പോഴും നമുക്ക് പ്രയോജനം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ അബ്രഹാമിനെ പോലെ ഇറങ്ങിത്തിരിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലെ, നിശ്ചയമായും ദൈവത്തിന്റെ അത്ഭുതമായ കാര്യം നമ്മൾ തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് സ്ഥാനീയ ചില ആളുകൾക്ക് ലോക്കൽ ചർച്ചകൾ മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൂ കൂടുതൽ. കാരണം അനേക ഗ്രാമങ്ങളിൽ ചർച്ച, വലിയ വലിയ ചർച്ചകളാണ്. അവിടെ 10, 500, 600, 1000 പേർ ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ. അതെ, അവർ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നമുക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ആഴ്ചതോറും അവിടെ പോയി അവരെ എൻകറേജ് ചെയ്ത് അവിടെ താമസിച്ച് അവരെ ആത്മീയമായി ബലപ്പെടുത്താനും പഠിപ്പിക്കാനും. ഇപ്പോഴും ഞങ്ങൾക്കൊരു ചെറിയ ബയോ സ്കൂളുണ്ട്, അവിടെ 15 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം ഇതാ, സ്ഥാനീയ ചെറുപ്പക്കാരെ പഠിപ്പിച്ചവരെ ഗ്രാമങ്ങളിലേക്ക് സഭാ പ്രവർത്തനങ്ങൾക്കായി അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം രാജസ്ഥാൻ്റെ നിയമം ഒക്കെ മാറി വന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവം ഇതുവരെ നടത്തുന്നു എന്നേ പറയാനുള്ളൂ. ശക്തമായിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, അതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അറിയപ്പെടാത്ത ഒത്തിരി ദൈവദാസന്മാരും പാസ്റ്റർമാരും ഉണ്ട് കേട്ടോ. നമുക്കറിയാം, ഒത്തിരി. പക്ഷെ എവിടെയാണെങ്കിലും ആഗ്രഹത്തോടെ ശക്തമായി നിൽക്കുന്ന ആളുകളെ ദൈവം നിശ്ചയമായി ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ദർശനം എന്ന് പറയുന്നത്. ഇവിടെ രാജസ്ഥാനിലെ എല്ലാ ഗ്രാമങ്ങളും എല്ലാ തഹസീലുകളും സുവിശേഷീകരിക്കുന്ന സഭകളും ഉണ്ടാകണം. ചർച്ച് ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരു വർഷം ഒരു 3-4 ചർച്ചുകൾ ബിൽഡിംഗ് പണി. കാരണം ബിൽഡിംഗ് ഇല്ലാതെ വീടുകളിൽ ആരാധിക്കാൻ വളരെ തടസ്സമാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മെറ്റീരിയൽ നമ്മൾ കൊടുക്കും, എന്നിട്ട് അവർ പണിയണം. ചർച്ച് അതായത് സ്ഥാനീയ ചർച്ച് വിശ്വാസികളോട് കൂടി എല്ലാ പണികളും ചെയ്യും. ഞങ്ങളൊരു 2.5 ലക്ഷം രൂപ ആയിക്കുള്ള മെറ്റീരിയൽ മൊത്തം, പെയിൻറ് വരെയുള്ളത് മേടിച്ച് കൊടുക്കും. നമുക്കാർക്കും പൈസ നമുക്കില്ല. ദൈവം തരുന്നതനുസരിച്ച് പലരും അതിനുവേണ്ടി മുന്നോട്ടിറങ്ങാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പലരോടും പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഈ വർഷം ഒരു സഹോദരൻ നമുക്കൊരു ചർച്ച് പണിയാനുള്ള അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിക്കുക. അതിൻ്റെ പണി തീരാറായി. ദൈവനദിക്കാണെങ്കിൽ നവംബറിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അടുത്ത വർഷവും നമ്മൾ അതുപോലെ ചെയ്യാൻ പ്രാർത്ഥിപ്പെടുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം
അത് ചെയ്യട്ടെ. കാരണം ഗ്രാമങ്ങളിലൊക്കെ സ്വന്തം ബിൽഡിങ്ങുകളുണ്ടെങ്കിൽ അനേകർക്ക് കടന്നു വരാൻ നല്ലൊരു അവസരമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര വിശ്വാസമല്ലേ, ഇവിടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഭയങ്കര എൻകറേജ്മെന്റ്. നമുക്ക് തന്നെ തോന്നുന്നു നമ്മളൊന്നുമില്ലെന്ന് പലപ്പോഴും തോന്നുന്നു. കാരണം ഇവർ ഭയങ്കര വിശ്വാസവും കണ്ണടത്തിന് വിശ്വാസം. അതെ അതെ അതാണ്. എന്നാലും ഇത്ര സമയം കൈവിന്യസ് ചാനലിന് വേണ്ടി തന്ന ഇവർക്ക് നന്ദി അറിയിക്കുന്നു. ഈ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ ചെറുപ്പക്കാരെ ഈ ബൈബിൾ കോളേജ് പോകാൻ പിള്ളേർ പറയുന്നുണ്ട്. ഒത്തിരി കാരണം ഈ പ്രശ്നം ഈ ഒന്നാം സാമ്പത്തിക വിഷയം, രണ്ട് ഇതിപ്പ്, ഈ രണ്ട് വിഷയങ്ങളുള്ളതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് എന്താ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതൽ. കാരണം താല്പര്യമുള്ളവരെ നമ്മൾ എടുത്ത് അവർക്ക് 1 വർഷത്തെ കോഴ്സാണ് നമ്മൾ ഓഫ്ലൈനിൽ നടത്തുന്നതെങ്കിൽ അവർക്ക് നമ്മൾ 1.5 വർഷത്തെ ക്ലാസ് എടുക്കും. കാരണം എക്സ്ട്രാ ടൈം എടുത്ത് അവരെ നമ്മൾ അവരുടെ സമയം അനുസരിച്ച് രാവിലെ നമ്മൾ ക്ലാസ് എടുക്കുന്നു. ഈ 2 മണിക്കൂറത്തെ ക്ലാസ് എല്ലാ ദിവസവും പല ദേവദാസന്മാർ വന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആകട്ടോ. പിന്നെ മാസത്തിലൊന്നും നമ്മളവരെ പേഴ്സണലായിട്ട് കാണും. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അവസരങ്ങൾ കിട്ടുമ്പോൾ അവരെ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്ത് വിളിച്ചു കൂട്ടി ഒരാഴ്ചത്തെ ക്ലാസ് അങ്ങനെ അവരെ പഠിപ്പിച്ച് നമ്മൾ സുവിശേഷ വേലയ്ക്ക് നമുക്ക് വലിയ സപ്പോർട്ടൊന്നും അവർക്ക് കൊടുക്കുന്നില്ല. 2000-3000 രൂപ ആവശ്യം കൊടുക്കും. സപ്പോർട്ട് സാമ്പത്തിക സപ്പോർട്ടല്ല, വിശ്വാസം പകർന്നു കൊടുത്താൽ പിന്നെ അതെ അതെ അതെ. അപ്പോൾ അവരതുകൊണ്ട് വിശ്വാസം കഴിഞ്ഞോളൂ. അപ്പോൾ അവർ ഇപ്പോഴും നമുക്ക് ഓഫ്ലൈനിൽ കൂടാൻ പറ്റത്തില്ലെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ക്ലാസ് എടുത്തവരെ നമ്മൾ എൻകറേജ് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് പോകാൻ പറ്റാത്തടത്ത് നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്തുവാ നമുക്കതിനെക്കുറിച്ചുള്ള ടെൻഷനൊന്നുമില്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ആ സാഹചര്യം ഉണ്ടാക്കി അങ്ങ് ചെയ്യുക. അങ്ങനെ അങ്ങനെ വലിയ നിയോഗങ്ങൾ ഇനിയും ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. തീർച്ചയായും സ്വപ്നങ്ങൾ ദൈവം സാക്ഷാത്കരിക്കട്ടെ. വിശേഷിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തോട് സ്നേഹമുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയൊരു നിരാശ എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയാൻ ആരുമില്ല. വിദേശ രാജ്യങ്ങളൊന്നും നമ്മളെ രാജസ്ഥാൻ ഗ്രാമത്തിൽ വലിയ വലിയ സിറ്റികളിലുള്ളവരെയൊക്കെ മതി ആളുകൾക്ക്. പക്ഷെ നമ്മളെ ഒന്നും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പ്രസംഗ സ്റ്റേജുകളിൽ പിന്നെ വിളങ്ങി നിൽക്കുന്ന ആളുകളെ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കൂ. അതെ അതെ. ഈ രഹസ്യമായി വില്ലേജുകളിലൊക്കെ പോയി എന്നും സഹിച്ച് കർത്താവിന് വേല ചെയ്യുന്ന ഒത്തിരി ദിവസം ഇപ്പം കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഒത്തിരി മേഘാ ചർച്ചുകളുണ്ട്. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ എല്ലായിടത്തും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മേഘാ മിനിസ്ട്രീസ്, അതായത് മേഘാ ചർച്ച് അല്ല, മേഘാ ചർച്ചുകൾ. അതായത് ഇപ്പൊ 20 വർഷം കൊണ്ട് 1650 പേരെ ട്രെയിൻ ചെയ്ത് ഫീൽഡിൽ വിടാൻ പറ്റുന്ന ഒരു മിനിസ്ട്രി ചെയ്യാൻ ദൈവം നമുക്ക് സഹായിച്ചില്ലേ. അപ്പൊ അതാ മേഘാ മിനിസ്ട്രി എന്ന് ഞാൻ പറയുന്നത്. മേഘാ ചർച്ച മേഘാ ചർച്ചുകൾ പിന്നെ മേഘാ ചർച്ചുകള് ഒരു സ്ഥലത്ത് കൂടുന്നില്ലെന്നേ ഉള്ളൂ, കൂടുന്നുണ്ട്. അതെ അതെ. മേഘാ ചർച്ചകൾക്ക് പണം ഉണ്ടാക്കാം. പക്ഷേ അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൃപ്തരാണ് നമ്മൾ. നല്ല കുഴപ്പമൊന്നുമില്ല. കർത്താവ് നോക്കുന്നത് ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നതല്ലോ, ഒരാൾക്ക് എത്ര പേരെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ. അങ്ങനെയാണ് തീർച്ചയായും ആ പ്രവർത്തനങ്ങളെ വലിയ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം. നമുക്കൊക്കെ ഒരു ഫാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് നമ്മൾ പഠിപ്പിച്ച് വിട്ടവരെ തന്നെ വിളിച്ചു വരുമ്പോൾ 10,000 പേര് കൂടാനുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ആ ഒരു വിഷയത്തിൽ വളരെ സന്തുഷ്ടരാണ്. എന്തായാലും ഞങ്ങളെ നന്ദിയെ അറിയിക്കുന്നു. ദേവാസന ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ചിലപ്പം ഈ കാണുന്ന ആളുകൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ. പലരും ഈ നിയോഗം പ്രാപിച്ചിട്ടും എങ്ങനെ പോകും, എങ്ങനെ അവിടെ ചെന്ന് സന്ധിക്കും, എങ്ങനെ ഞാൻ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഭയത്തോടിരിക്കുന്ന ആളുകൾ. പക്ഷെ ഇങ്ങനെ അനുഭവത്തിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ഒരാള് പ്രാർത്ഥന കൂടുതൽ എഫക്ട് ചെയ്യും. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്നെയൊക്കെ ശ്രദ്ധിക്കുന്നവര് നോർത്ത് ഇന്ത്യയിൽ വരാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ പോയി അവരെ സന്ദർശിക്കാനും കാണാനും ആ മിനിസ്ട്രി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും. ഈ ഞങ്ങൾ പറയുന്നൊന്നും കേട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ വന്ന് ആ ഏരിയയിൽ പോയി, അങ്ങനെ പലരും കഴിഞ്ഞോട് ഞാൻ ഈ പ്രാവശ്യം കേരളത്തിലൊക്കെ പോയപ്പോൾ കണ്ട് പല ടീച്ചേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഗ്രാമങ്ങൾ വലിയ സന്തോഷമായിരുന്നു. അപ്പം
കേരളത്തിലുള്ളവരും മലയാളം അറിയാവുന്നവരെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോർത്ത് ഇന്ത്യയിലൊന്ന് വരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യുവാനും വിശ്വാസികളെ കാണാനും മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്യാനും എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായി നിങ്ങൾ ഒരുങ്ങുക, ബന്ധപ്പെടുക. പാസ്റ്റർ മാർട്ടിൻ ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ടാൽ മതി. അതിനുള്ള സാഹചര്യങ്ങൾ ഞാൻ ഇവിടെ ഒരുക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ കൃപയ്ക്കും വിശ്വസ്തയ്ക്കുമായി സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ നീ മാനിക്കണമേ. അതിലുപരിയായി കർത്താവിൻ്റെ വേലയെക്കുറിച്ചുള്ള ദർശനം എല്ലാവർക്കും കൊടുക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നോർത്ത് ഇന്ത്യയിൽ കർത്താവെ വളരെ പ്രതികൂലങ്ങളുണ്ടെങ്കിൽ പോലും കർത്താവ് ദർശനമുള്ള അനേകരെ ആവശ്യമുണ്ട് കർത്താവെ. നീ അതിനായി ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സഭകൾ കർത്താവെ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. അനേക ബിൽഡിങ്ങുകൾ പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. അനേകർ രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കർത്താവെ. ഞങ്ങളുടെ ദർശനം ഒരിക്കലും മങ്ങിപ്പോകാതെ മുന്നേറുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എന്നെ കേൾക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപ കൂടിയിരിക്കണം, നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം സ്വർഗീയ നല്ല കർത്താവേ. ആമേൻ. ഞങ്ങളെ ശ്രദ്ധിച്ചെല്ലാം നന്ദി അറിയിക്കുന്നു.